ഇപ്പോൾ ക്യാൻസറിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഏറ്റവും കോമൺ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസർ ഏതാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ? എല്ലാം ഒരുപോലാണോ അതോ? ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒരു 1 സെൻറ്റിമീറ്റർ താഴെയുള്ളൊരു ട്യൂമർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇന്നും ഒരു 90-95% ആൾക്കാരെയും ക്യൂർ ചെയ്യാവുന്നതാണ്. ശരി. അതെ. അതുപോലെ റിമൂവ് ചെയ്യുന്നതും ബ്രസ്റ്റ് ക്യാൻസറിന് 2 ചികിത്സാ രീതികളാണ്. ഒന്ന്, ബ്രസ്റ്റ് ക്യാൻസറിന് ബ്രസ്റ്റിലെ ഡിസീസ് കൺട്രോൾ, ലോക്കൽ ഡിസീസിന് കൺട്രോൾ. അതിന് നമ്മൾ നേരത്തെ ബ്രസ്റ്റ് മാറ്റുന്ന ചികിത്സാ രീതിയായിരുന്നു മാസ്റ്റക്ടമി എന്ന് പറയും. ഇന്ന് ഏർലി സ്റ്റേജിൽ നമ്മൾ ബ്രസ്റ്റ് മാറ്റാതെയുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ് ചെയ്യുന്നത്. അത് പക്ഷേ ആദ്യം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ബ്രസ്റ്റ് മാസ്റ്റക്ടമി ചെയ്യുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫും റിസൾട്ടും ബെറ്ററാണ് മാസ്റ്റക്ടമി ബ്രസ്റ്റ് കൺസർവ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം, മാമോഗ്രാം ചെയ്താൽ അറിയാൻ പറ്റും. അറിയാം. സാധാരണ ഇതിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലും പ്രായം തുടർന്നാണ്, യങ് ഏജിലും വരാം. എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ 50-40 വയസ്സ് 50 വയസ്സിന് ശേഷമുള്ളവരിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഹൈ റിസ്ക് ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് മാമോഗ്രാഫി സ്ക്രീനിങ് നടത്താം. 45 ഇയേഴ്സ് കഴിഞ്ഞ് വരും, വർഷം തോറോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ മാമോഗ്രാഫിക് സ്ക്രീനിങ് നടത്തുന്നത് നല്ലതാണ്.